ഒരു ബന്ധമില്ലാത്ത കാര്യം നിങ്ങൾ പരസ്പരം സംസാരിക്കണം. ചോദിക്കുന്നതിന് ഒരു ബന്ധമില്ലാത്ത ആൻസർ വേണം കൊടുക്കാൻ. ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. കാരണം എത്ര ചക്ര ഉണ്ട്? കുട്ടി കരയുണ്ടോന്നുണ്ടാടെ. കുട്ടിക്ക് എത്ര വയസ്സായി? മരം ഈ പുറത്തൊക്കെ നല്ല മരം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങോട്ടൊക്കെ ഇപ്പൊ മുറിച്ചതാണ്. ഏത് മരം? നമ്മള് മിനിങ്ങാന്ന് പോയിണ്ടായിരുന്നില്ല, ഞാനും ഇവിടെ കൂടി ചേർന്ന്. എവിടെ പോയി? അയ്യോ, ഇത് സംഭവമേ മൈൻഡിന്ന് അറിയാതൊക്കെ വീണു പോകുമ്പോ ഒരു അക്ഷരം ഞാൻ തരും. ആ അക്ഷരത്തിൽ തന്നെ ഞാൻ എന്ത് ചോദിച്ചാലും ആ അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. ഇതാരാ? ആര്യ എന്നാണോ പേര്? ഇപ്പം ഓൾറെഡി അന്ന് ഫംഗ്ഷൻ ആ ഒരു ക്യാമ്പിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞു. എന്താ ഏറ്റവും ഇഷ്ടം തോന്നാനുള്ള കാരണം? സ്വഭാവം സ്വഭാവം ഇഷ്ടല്ലേ? ഇഷ്ടാണ്. എവിടെയെങ്കിലും ഉറച്ചു വെക്കും. പേരെന്താ? തത്ത. എവിടുന്ന് വരുന്നത്? തത്തക്ക് അവിടെ ആരൊക്കെയുണ്ട്? തത്തമ്മി മക്കളൊക്കെ ഉണ്ട്. തത്തമ്മി മക്കളില്ലത് വേറെ ആരൊക്കെ ഉണ്ട്? തത്തന്റെ തത്തയുണ്ട്. ഇതാരാ? അത് വേറെ തത്ത. ആ പറയുന്ന പോലെ ഇത്തവണ ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ് ഗിഫ്റ്റ്? സർപ്രൈസ് എന്നോട് പിന്നെ എന്നെ കുറെ വട്ടം കറക്കി. അതായത് എന്തൊക്കെ സാധനം മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ഇതെടുത്ത് നോക്കരുത്, പൊട്ടിക്കരുത് പറഞ്ഞു. അതില് എനിക്കാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പൊട്ടിച്ചു നോക്കാമല്ലോ. പിന്നെ വിചാരിച്ചേ അത് മോശമാണ്, അവിടെ സർപ്രൈസ് ആയിട്ട് കരുതി വെച്ചിരിക്കണതല്ലേ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കളങ്കാവലൊക്കെ ഇറങ്ങിക്കുന്ന സമയമുണ്ട്, എവിടെ സൈനോട് വെച്ചിരിക്കാനും അതും കൂടി അറിയില്ല. നൈസായിട്ട് വേണ്ട, അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ ആ കിട്ടുന്ന സമയം വരെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്താണ്. വേറെ വലിയ ഗിഫ്റ്റ് ഒക്കെ പ്രതീക്ഷിച്ചത്. ആനിവേഴ്സറിക്ക് എന്താ കിട്ടിയത് ചോദിച്ചോക്കെ. എന്താ കിട്ടിയത് ചോദിച്ചോക്കെ. എന്താ കിട്ടിയത്? ഐഫോണാ വന്നത്. ബർത്ത്ഡേക്ക് മോതിരം, എല്ലാം മറന്നു വീണു. ഗോൾഡ് റിംഗ്, ആനിവേഴ്സറിക്ക് ഐഫോണ്. എന്താ പറയാ, ഞാനൊരു ലിസ്റ്റ് ഇടാതൊക്കെ. നമുക്ക് എന്തും സംസാരിക്കാം, ഓപ്പണാണ്. എന്തോ സംസാരിക്കാം. വിഷമാണെങ്കിലും സന്തോഷാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അങ്ങോട്ട് പറയാം. നമ്മളെ വൈബിന് പറ്റിയ ആൾക്കാരാണ്. പിന്നെ ഇപ്പൊ ട്രിപ്പ് പോകാനൊക്കെ ആയാലും മുന്നിലേക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ ഉപ്പ പറയും നമുക്ക് പോയാലോ. അത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പൊ അടുത്ത് കൊടൈക്കനാല് പോയി. അത് ഞങ്ങള് ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോ ഫസ്റ്റ് ഉമ്മപ്പനോട് പറഞ്ഞു, ഈ ട്രിപ്പിൽ നമുക്ക് പിന്നെ ചക്കരന്റെ വീട്ടിൽ നിന്ന് ഊട്ടിക്ക് പോകണം. അവിടെ നിന്ന് കുറച്ചല്ലേ ഉള്ളൂ, ഒന്ന് പോയാലോ വെച്ചാ പിന്നെ നമുക്ക് പോവാന്ന് പറഞ്ഞു. അതിന് പോയി. അതിനുശേഷം ഒന്ന് ഗുജറാത്തിൽ പോകണ്ടായിരുന്നു. ഗുജറാത്തിൽ പോയി. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു, ഇനി അടുത്ത് നമുക്ക് ഗവിയിൽ പോകണം എന്ന് പറഞ്ഞു. പിന്നെന്താ പോകാനല്ലോ. യാത്ര ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പം ഓൾറെഡി അന്ന് ഫംഗ്ഷൻ ആ ഒരു ക്യാമ്പിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞു. എന്താ ഏറ്റവും ഇഷ്ടം തോന്നാനുള്ള കാരണം? സ്വഭാവം അന്ന് സ്വഭാവം ഇഷ്ടല്ലേ? ഇഷ്ടാണ്. എവിടെയെങ്കിലും ഉറച്ചു വെക്കും. ഇഷ്ടായിരുന്നു ആർക്ക്? സംഭവം അങ്ങനെ പറ. ഇക്ക ആള് നല്ല പോസിറ്റീവായിട്ട് തോന്നി. ഇനി ഒന്നും ചോദിക്കണ്ട. സത്യങ്ങളൊക്കെ പറയും. സത്യങ്ങള് പുറത്തു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ, അതിന്റെ കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ മെസ്സേജിലും കോളിംഗ് ഒക്കെ ആയപ്പോ ഒക്കെയാണെന്ന് തോന്നി. പിന്നെ ഏതായാലും ആയാലോ വിചാരിച്ച് ാണ്. പിന്നെ ആള് സിൻസിയർ ആണെന്ന് മനസ്സിലായി. അങ്ങനെ പോവേണ്ടി പോയി ചക്രയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 13/4/2004.
കറക്റ്റാ. ഇക്കാന്റെ കാക്കുവിന്റെ എത്രയാണ്? ഓ 15 ഇത് ഏതാ മാസം? ഇത് 12 12 1999. ആ പറയുന്ന പോലെ ഇത്തവണ ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ് ഗിഫ്റ്റ്? സർപ്രൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. സർപ്രൈസ് എന്നോട് പിന്നെ എന്നെ കുറെ വട്ടം കറക്കി. അതായത് എന്തൊക്കെ സാധനം ഇവിടെ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇതെടുത്ത് നോക്കരുത്, പൊട്ടിക്കരുത് പറഞ്ഞു. അതില് എനിക്കാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പൊട്ടിച്ചു നോക്കാമല്ലോ. പിന്നെ വിചാരിച്ചേ വേണ്ട, അത് മോശമാണ്. അവിടെ സർപ്രൈസ് ആയിട്ട് കരുതി വെച്ചിരിക്കണതല്ലേ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ കളങ്കാവലൊക്കെ ഇറങ്ങിക്കുന്ന സമയമുണ്ട്. എവിടെ സൈനോട് വെച്ച് തൊള്ളാതിരിക്കാനും അതും കൂടി അറിയില്ല. നൈസായിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട, അവിടെ തന്നെ അങ്ങനെ ഇരുന്നോട്ടെ വിചാരിച്ചു. പിന്നെ ആ കിട്ടുന്ന സമയം വരെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്താണ്. കൊണ്ട് തന്നു നോക്കിയപ്പോ പെർഫ്യൂം ഉണ്ടായിരുന്നു, പിന്നെ ഒരു പേര് ഡ്രസ്സും ഉണ്ടായിരുന്നു, ഷർട്ടും ഉണ്ടായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കണ്ട. വേറെ വലിയ ഗിഫ്റ്റ് ഒക്കെ പ്രതീക്ഷിച്ചത്. ആനിവേഴ്സറിക്ക് എന്താ കിട്ടിയത് ചോദിച്ചോക്ക്. എന്താ കിട്ടിയത് ചോദിച്ചോക്ക്. എന്താ കിട്ടിയത്? ഐഫോണാ തന്നത്. ബർത്ത്ഡേക്ക് മോതിരം, എല്ലാം മറന്നിരിക്കണം. ഗോൾഡ് റിംഗ്, ആനിവേഴ്സറിക്ക് ഐഫോൺ. എന്താണ് എന്താ പറയാ? അടുത്ത പ്രാവശ്യം ഡയമണ്ട് റിംഗ് ഞാനൊരു ലിസ്റ്റ് ഇടാതൊക്കെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സർപ്രൈസസ് ഒക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന ആരാ ശരിക്കും? സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നത് രണ്ടാളും പ്ലാൻ ചെയ്യാറുണ്ട്. അതിപ്പോ എനിക്ക് ഇങ്ങോട്ട് കിട്ടണതും ഞങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തേക്കൊക്കെ സർപ്രൈസ് പൊളിയാതെ എന്നെ കീപ്പ് ചെയ്ത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ ഉമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അതിപ്പോ സർപ്രൈസ് ആയാലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയാലും അവര് ആ ഒരു സീക്രട്ട് അങ്ങനെ തന്നെ അവരത് കീപ്പ് ചെയ്യും. അങ്ങനെ പൊട്ടിക്കൊന്നുമില്ല, അത് അങ്ങനെ തന്നെ വെക്കും. അതുകൊണ്ട് പിന്നെ സർപ്രൈസ് കൊടുക്കാൻ രണ്ടാൾക്കും ഇവിടെ സിമ്പിൾ ആണ്. എന്റെ ഉമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആണല്ലേ. ഞാൻ നേരത്തെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര നമുക്ക് വീട്ടിൽ നിന്ന് മാറിയ ഒരു ഫീല് കൂടെ ഉമ്മയൊക്കെ എല്ലാ കാര്യത്തിനും കേട്ടോ, ഏതൊരു കാര്യത്തിനായാലും ഓപ്പൺ ആണ്. എന്തോ സംസാരിക്കാം. വിഷമാണെങ്കിലും സന്തോഷാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അങ്ങോട്ട് പറയാം. നമ്മളെ വൈബിന് പറ്റിയ ആൾക്കാരാണ്. പിന്നെ ഇപ്പൊ ട്രിപ്പ് പോകാനൊക്കെ ആയാലും ഇപ്പൊക്കെ മുന്നിലേക്കും ഇടയ്ക്കിടെ ഇങ്ങനെ എനിക്ക് ഉപ്പ പറയും അത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പൊ അടുത്ത് കൊടൈക്കനാല് പോയി. അത് ഞങ്ങള് ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോ ഫസ്റ്റ് ഉമ്മ എന്നോട് പറഞ്ഞു ഈ ട്രിപ്പിൽ നമുക്ക് പിന്നെ ചക്കരന്റെ വീട്ടിൽ നിന്ന് ഊട്ടിക്ക് പോകണം. അവിടെ നിന്ന് കുറച്ചല്ലേ ഉള്ളൂ, ഒന്ന് പോയാലേ വെച്ചാൽ പിന്നെ നമുക്ക് പോവാന്ന് പറഞ്ഞു. അതിന് പോയി. അതിനുശേഷം ഒന്ന് ഗുജറാത്തിൽ പോകണ്ടായിരുന്നു, ഗുജറാത്തിൽ പോയി. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു ഇനി അടുത്ത് നമുക്ക് ഗവിയിൽ പോകണം എന്ന് പറഞ്ഞു. പിന്നെന്താ പോകാനല്ലോ. യാത്ര ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. അത് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി കിട്ടാന്ന് പറയുന്നതും യൂട്യൂബ് കരിയറിലായാലും നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കാനൊക്കെ നല്ല സപ്പോർട്ടാണ്. എല്ലാ കാര്യത്തിലും ഒരു ഭയങ്കര സപ്പോർട്ടാണ്. നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? സോ നിങ്ങൾ ഇത്രയും ഭയങ്കര കട്ട കേൾക്കുന്ന ആൾക്കാരായതുകൊണ്ട് കുറെ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കില്ല, നന്നായിട്ട് സംസാരിക്കും. ഓക്കെ, അപ്പൊ ഒരു ബന്ധമില്ലാത്ത കാര്യം നിങ്ങൾ പരസ്പരം സംസാരിക്കണം. ചോദിക്കുന്നതിന് ഒരു ബന്ധമില്ലാത്ത ആൻസർ വേണം കൊടുക്കാൻ. ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യം പറയണം. ഇപ്പൊ ഞാൻ സുഖാണോന്ന് ചോദിച്ചാ എന്തായിരിക്കും പറയണ്ടേ? വേറെ എന്തെങ്കിലും പറയണം, അതുമായിട്ട് ബന്ധപ്പെട്ട് പറയും. എക്സാക്ട്ലി അത് തന്നെ. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് മത്സരിക്കണം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണം. ഓക്കെ, കട്ടൊക്കെ പിടിച്ചിരിക്കണേ, വിട്ടുകൊടുക്കരുത്. ഉച്ചക്ക് എന്താ കഴിച്ചു? ഇല്ല, വേറെ എന്തെങ്കിലും പറ. വേറെ എന്തെങ്കിലും പറയാ, അതുമായിട്ട് ബന്ധമില്ലാതെ. ഉച്ചക്ക് എന്താ കഴിച്ചു? നാളെ പോവും. എന്ത് കളറാ ഇട്ടേക്കണ്? മറ്റന്നാ വരാന്ന് പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. കുട്ടി എവിടെ? അവിടെ അവിടെ സുഖാണോ? 1 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ. ഞാൻ ചോദിക്കാം, പേരെന്താ? ടയർ ഞാൻ പഠിത്താണ് മാറിയത്. അതെല്ലേ, നല്ല അതല്ലേ. അത് പറ്റില്ല. ഓക്കെ, ഇന്നെന്താ ഇവിടെ പ്രത്യേകത? 32 പാന്റിന്റെ സൈസ്. ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. ഇവിടെ കൊണ്ട് പറ്റില്ല. 100-ൽ എത്ര പൂജയുണ്ട്? കമ്മല് നല്ല ഭംഗിയുണ്ട്.
എനിക്കറിയാം നല്ല ഭംഗിയുണ്ട് പാച്ചു നല്ല ഭംഗിയുണ്ട്. അതൊരു സിമിലാരിറ്റി ഒന്നും. ഇത് എവിടുന്നാ വാങ്ങിയേ? 2 ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു. ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? ഞാൻ ഈ കാർ എടുക്കുമ്പോ ഉള്ള വിലയേക്കാളും ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. കാറിന് എത്ര ചക്രം ഉണ്ട്? കുട്ടി കരയുണ്ടോന്നുണ്ട് അവിടെ. കുട്ടിക്ക് എത്ര വയസ്സായി? മരം ഈ പുറത്തൊക്കെ നല്ല മരം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങോട്ടൊക്കെ ഇപ്പൊ മുറിച്ചതാണ്. ഏത് മരം? നമ്മള് മെനിങ്ങാന്ന് പോയിണ്ടായിരുന്നില്ല, ഞാനും ഇവളും കൂടി ചേർന്ന്. എവിടെ പോയി? അയ്യോ, ഇത് സംഭവമേ മൈൻഡിന്ന് അറിയാതെ വീണു പോകുമ്പോ അത്ര ഞാൻ പറയാൻ ഓക്കെ, ഒരു ഗെയിം കൂടി കൊടുക്കട്ടെ. വേണോ? ഒരു അക്ഷരം. ഓക്കെ, അത് സിമ്പിളാ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു അക്ഷരം ഞാൻ തരും. ആ അക്ഷരത്തിൽ തന്നെ ഞാൻ എന്ത് ചോദിച്ചാലും ആ അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. ഓക്കെ, സംസാരിക്കാം. ആയാണ്. ഓക്കെ, ഇതെന്താ? അട എങ്ങനെ ഉണ്ടാക്ക? അരി വെച്ചിട്ട്. അരി കൊറേ അരി വേണോ? അത്യാവശ്യം. അരി എവിടെ നമ്മൾ പോയിട്ട് വാങ്ങണ്ടേ? അത് കടയിൽ കിട്ടും. ഓക്കെ, ഏത് കടയില്? അത്യാവശ്യം പലചരക്കുള്ള കടയിൽ കിട്ടും. ഇതാരാ? ആദ്യം ആര്യ എന്നാണോ പേര്? ഓക്കെ, നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാം. ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കും? പറയണോ ഇത്? ആദ്യം ഇതിന് എന്ത് വേണം? നമുക്ക് ആദ്യം ഫിഷ് കറി ഉണ്ടാക്കാൻ എന്ത് വേണം? മീൻ വേണം. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? അക്ഷരം. ഇവിടെ പേരെന്താ? എവിടുന്ന് വരുന്നത്? അവിടെ ആരൊക്കെയുണ്ട്? തത്തമ്മയും മക്കളൊക്കെ ഉണ്ട്. തത്തമ്മയും മക്കളല്ലാതെ വേറെ ആരൊക്കെ ഉണ്ട്? തത്തന്റെ തത്തയുണ്ട്. ഇതാരാ? അത് വേറെ തത്ത. ഞാൻ പടപടയെന്ന് ചോദിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിന് ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന കായലായിരിക്കണം. അത് തെറ്റായ കുഴപ്പമുണ്ടോ? എന്ത് പറയാ? ഓക്കെ, ഹലോ. ഓക്കെ, ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്? കൗണ്ട് ചെയ്തിട്ടൊന്ന് പറയാമോ? കഞ്ചി. അല്ലാതെ പിന്നെ ഇപ്പൊ കാണുമ്പോ എനിക്ക് 5 ആയിട്ട് തോന്നുന്നത്. അങ്ങനെ കാ വെച്ച് തുടങ്ങണം. ഓക്കെ, ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? കണ്ണാന്തമ്പി പോരാമോ? ഓക്കെ, ഒന്ന് പാടാവോ? കണ്ണാന്തമ്പി പാട്ട് എനിക്ക് പാടാൻ അറിയില്ല. ഇയാൾക്കറിയോ പാടാൻ? അറിയില്ല. ബേബിക്ക് ഇത് പാട്ടാ പാടിക്കൊടുക്കാം കരയുമ്പോ. കേട്ടില്ല. ബാവക്കേ കരയുമ്പോ ഇത് പാട്ടാ പാടിക്കൊടുക്ക. കാത്തിരുന്നൊക്കെ പാടിക്കൊടുക്കും. ഓക്കെ, നിങ്ങൾക്ക് കാത്തിരുന്ന് കിട്ടിയ ഒരു കുട്ടിയാണോ? കാത്തിരുന്ന് കിട്ടിയ കുട്ടിയാണ്. കുട്ടിക്ക് എന്താ പേരിട്ടിരിക്കണേ? കുട്ടീനെ എല്ലാം വിളിക്കാറുണ്ട്. നൗഫിൽഖാൻ അറിയോ? കണ്ടിട്ടുണ്ട്. യൂട്യൂബ് ചാനലാണോ കണ്ടിട്ടുള്ളത്? കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആളെ കുറിച്ച്? എന്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്? കുറുമ്പനാണ്. ഓക്കെ, വേറെ? കുസൃതിക്കാരനാണ്. ശരിക്കും കുശാഗര ബുദ്ധിയാണ്. വീട്ടിക്ക് അടിപൊളി, നന്നായിട്ട് ചെയ്തു. അവസാനത്തെ മാത്രം നൗഫിൽഖാനെ കുറിച്ച് പറഞ്ഞ കട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കും. അവിടെ ഇരുന്നാലും വീട്ടിൽ പറയൂ. ഓക്കെ, ഇപ്പം ലൈഫിൽ ഏറ്റവും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. സോ ബേബിക്കായിട്ട് ഒരു പുതിയ ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ക്ഷീണം മുഖത്തുണ്ട്. ശരിക്കും മാറിയിട്ടില്ല. ശരിക്കും എങ്ങനെയാ ലൈഫിന് ഇപ്പം ഒരു പ്ലാൻ ഉണ്ടാവട്ടോ? ഇനി ഭാവി
പദ്ധതികൾ, പ്ലാനുകൾ എന്തൊക്കെയാണ്? ഒരു ബിസിനസ് തുടങ്ങണം. പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്ലാനൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ അല്ലെങ്കിൽ അള്ളാന്റെ കയ്യിലാണ്. നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ടാവുമല്ലോ. അതിലിപ്പോ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതന്നെ പറഞ്ഞ സംഭവം തന്നെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഒരു വീട് വയ്ക്കണം. അതായത് ഒരു കോമൺ മനുഷ്യനുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളൊന്നും നോർമലായിട്ടുള്ള എല്ലാത്തുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ. ഒരു ബിസിനസ് വേണം, ഭയങ്കര പ്രോഫിറ്റ് ഒന്നും വേണ്ട, പക്ഷെ നമ്മളെ കാര്യങ്ങൾ നടക്കണം. കുട്ടികൾ വേണം. കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ല, ആളെ കാര്യം പറഞ്ഞാൽ ഞാനതിവിടെ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ കാര്യം ഞാൻ പറയല്ലോ. മക്കള് പിന്നെ ഭാഗ്യ സൗഭാഗ്യമാണല്ലോ. അത് ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ഓക്കെ. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ബിസിനസ് തുടങ്ങാൻ അതൊക്കെ സക്സസ്ഫുള്ളി നടക്കട്ടെ. ചിക്കുനൊക്കെ സക്സസ് ആവട്ടെ. അതെ. ഓ, താങ്ക് യു. ഇനിയും എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഹാപ്പി ആയിട്ട് പോവാ. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.